ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അർച്ചന ഇപ്പോൾ ശിശിരയും രാജീവുമായുള്ള വിവാഹത്തിൻ്റെ കാര്യം ഗൂഗിളിനോട് സംസാരിക്കുന്നുണ്ട്. കൂടെ ശോഭനയും നിൽക്കുന്നുണ്ട്. അവർ സംസാരിക്കുമ്പോൾ അപ്പോൾ തന്നെ ഗൂഗിൾ പറയുന്നുണ്ട്, എനിക്കിതിനോട് താല്പര്യമില്ല, ഇത് നടക്കില്ല എന്ന്. എന്നാൽ വീണ്ടും ശോഭനയും അർച്ചനയും കൂടി സംസാരിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ തീരുമാനത്തിൽ ഒട്ടും മാറ്റമില്ല എന്ന് തന്നെയാണ് ഗൂഗിൾ പറയുന്നത്. അങ്ങനെ ഗൂഗിൾ പോയതിന് ശേഷം ഇപ്പോൾ ശിശിര ഇതെല്ലാം കേട്ട് അവിടേക്ക് വന്നിട്ട് അർച്ചനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നീ കാരണമാണ് എൻ്റെ വിവാഹം നടക്കാത്തതെന്നും നീ ഗൂഗിളിനോട് പറയുന്നത് കൊണ്ടാണ് രാജീവുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കാത്തത് എന്ന് പറഞ്ഞ് ഇപ്പോൾ അർച്ചനയെ കുറ്റപ്പെടുത്തുകയാണ് ശിശിര. ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് എന്ന് അർച്ചന പറയുന്നുണ്ട്. കേട്ടാൽ അങ്ങനെയൊക്കെ തോന്നും, പക്ഷേ അതിനുള്ളിലെ വിഷം എനിക്ക് മനസ്സിലാവും എന്ന് ശിശിര പറയുന്നു. നീ എന്തിനാ സമൃദ്ധിയോട് വഴക്കിടുന്നത്? രാജീവിൻ്റെ സ്വഭാവം നല്ലതല്ലാത്തത് കൊണ്ടാണ് ഗൂഗിൾ ഇതിന് സമ്മതിക്കാത്തത് എന്ന് ശോഭന ഇപ്പോൾ ശിശിരയോട് പറയുന്നു. നല്ലതല്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. രാജീവേട്ടനൊപ്പം ജീവിക്കേണ്ടത് ഞാനല്ലേ, അല്ലാതെ നിങ്ങളല്ലല്ലോ. ഒരു വലിയ മധ്യസ്ഥക്കാരി വന്നിരിക്കുന്നു എന്നൊക്കെ ശിശിര പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ചേച്ചി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഉടനെ ശിശിര പറയുന്നുണ്ട്, എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല, നിൻ്റെ അഭിനയമൊന്നും എൻ്റെ മുന്നിൽ ചിലവാകില്ല എന്ന് ശിശിര പറയുന്നുണ്ട്. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? രാജീവിനെ ചേച്ചി വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. പിന്നെ ഞാൻ ഗൂഗിളിനോട് ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? രാജീവിനെ ഗൂഗിൾ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണില്ലേ എന്നൊക്കെ അർച്ചന പറയുമ്പോൾ വളരെയധികം ദേഷ്യത്തോടെ തന്നെ അർച്ചനയോടിപ്പോൾ ശിശിര പറയുന്നുണ്ട്, ഇനി നീ ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോകരുത്. രാജീവിൻ്റെ കുഴപ്പം കണ്ടുപിടിക്കാൻ നീ ആരാ? എൻ്റെ വഴിയിൽ തടസ്സമായി വന്നാൽ ഈ ശിശിര ആരാണെന്ന് നീ അറിയും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടെ ശിശിര ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഉടനെ ഇപ്പോൾ ശോഭന ഇപ്പോൾ ശിശിരയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ആരോടാ ഈ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്ന്. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, മറ്റാരെക്കാട്ടിലും എനിക്കറിയാമല്ലോ. ഒരു കാര്യം കേട്ട് എല്ലാവരോടുമായി പറയാം, എൻ്റെ ഇഷ്ടം, എൻ്റെ ജീവിതം ഇതെല്ലാം തകർക്കാൻ നോക്കിയാൽ ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ സൗഭാഗ്യങ്ങളുടെ ലോകമുണ്ടല്ലോ, നിൻ്റെ ഈ സുരക്ഷിത ജീവിതത്തിൻ്റെ മായാലോകം, അത് ഞാൻ വേരോടെ തോണ്ടിയെടുക്കും. എൻ്റെ ആഗ്രഹങ്ങൾ നിഷേധിച്ചിട്ട് ഇവിടെ ആരും സന്തോഷത്തോടെ ജീവിക്കേണ്ട. അമ്മയ്ക്കും എൻ്റെ ആങ്ങളയ്ക്കും ഇവിടെ പലതും നഷ്ടപ്പെട്ടെന്ന് വരാം. ഞാൻ പറഞ്ഞേക്കാം, അഴിയെണ്ണിക്കും ഞാൻ എല്ലാത്തിനെയും. ഇത്രയും പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് ശിശിര ഇപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, ശിശിരേശി പറഞ്ഞിട്ട് പോയത് എന്താ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, ദേഷ്യം വന്നാൽ അവൾക്ക് പിന്നെ ഭ്രാന്താണ്. പറയുന്നതിന് ഒരു പരസ്പരബന്ധം ഉണ്ടാകില്ല. മോൾ അത് കാര്യമാക്കണ്ട. മോള് അവളോട് ഈ കാര്യം ഇനി സംസാരിക്കണ്ട. ഗോകുൽ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് ശോഭന പറയുന്നു. ഗൂഗിൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് അർച്ചനയും ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം വളരെയധികം ടെൻഷനോടെ തന്നെ ശോഭന നിൽക്കുന്നുണ്ട്. ഗൂഗിളിനോടുള്ള ദേഷ്യം വെച്ച് അവളെല്ലാം തുറന്നു പറഞ്ഞാൽ പിന്നെ എൻ്റെ കുടുംബം തകരുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ശോഭന. ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. അന്ന് സച്ചിയേട്ട എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും അർച്ചന വിളിച്ച ആ ഒരു വിളിയാണ് സച്ചി ഓർത്തെടുക്കുന്നത്. ഈ സമയം അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. വിളിക്കുന്നത് ചിപ്പിമോളാണ്. അങ്കിളുടെ സുഖമാണോ? ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊക്കെ ചിപ്പി ചോദിക്കുന്നുണ്ട്. അങ്കിളിനെ കാണാൻ പറ്റാഞ്ഞിട്ട് എനിക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു എന്നൊക്കെ ചിപ്പി പറയുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ, നമുക്ക് സ്കൂളിൽ വെച്ച് കാണാമല്ലോ എന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറയുന്നു. ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അവിടേക്ക് അവന്തിക വരുന്നുണ്ട്. അങ്കിളിനി എപ്പോഴാണ് സ്കൂളിലേക്ക് വരുന്നത്? പെട്ടെന്ന് വരണേ അങ്കിളെ എന്നൊക്കെ ചിപ്പി പറയുന്നുണ്ട് സച്ചിയോട്. മോൾ ഇന്ന് സ്കൂളിൽ പോയില്ലേ എന്ന് തിരക്കുന്നുണ്ട് സച്ചി. അപ്പോൾ ചിപ്പി പറയുന്നുണ്ട്, എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോളെ എന്ന് വിളിച്ച് അവന്തിക ഇപ്പോൾ അവിടേക്ക് ചിപ്പിയുടെ അടുത്തേക്ക് വരുന്നു. പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ചിപ്പി. മോൾ ആരെയാണ് ഫോണിൽ വിളിച്ചത് എന്ന് അവന്തിക ചോദിക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു കൂട്ടുകാരിയാണെന്ന് ചിപ്പി ഇപ്പോൾ അവന്തികയോട് കള്ളം പറയുന്നുണ്ട്. മോൾ അമ്മയോട് കള്ളമൊന്നും പറയണ്ട, അമ്മയ്ക്കറിയാം മോൾ ആരെയാണ് വിളിച്ചതെന്ന്. എന്തിനാ മോളെ ആവശ്യമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ വിളിക്കുന്നത്? അതെനിക്കിഷ്ടമല്ലെന്ന് മോൾക്ക് അറിയില്ലേ? മോൾക്ക് അവരെ ആരെയും അറിയില്ല. അവർ മോളോടുള്ള സ്നേഹം കൊണ്ടല്ല അടുത്തു കൂടുന്നത്, അമ്മയോടുള്ള വൈരാഗ്യം കൊണ്ടാണ്. അവരെല്ലാവരും കൂടി മോളെ എന്നിൽ നിന്നും അകറ്റാനാണ് ശ്രമിക്കുന്നത്. ദേ, അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ, അത് മോള് മറക്കരുത്. അതൊക്കെ പോട്ടെ, മോളെന്താ സ്കൂളിൽ പോകാതിരുന്നത് എന്ന് അവന്തിക ചോദിക്കുന്നു. ഉടനെ ചിപ്പി പറയുന്നുണ്ട്, ഞാൻ ഇനി ആ സ്കൂളിലേക്ക് പോകുന്നില്ല, കുട്ടികളെല്ലാവരും എന്നെ കളിയാക്കുമെന്ന് ചിപ്പി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, മോൾ അതോർത്ത് വിഷമിക്കേണ്ട. മോളോട് ആരും വഴക്കുണ്ടാക്കാനും കളിയാക്കാനും ഒന്നും വരില്ല. ഇതൊക്കെ അമ്മ പ്രിൻസിപ്പലിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വേണ്ട, നമുക്ക് രണ്ടുപേർക്കും ഇന്നൊരു ഔട്ടിങ്ങിന് പോയാലോ എന്നൊക്കെ അവന്തിക ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ചിപ്പി. മോളെ എന്ന് പറഞ്ഞ് ഇപ്പോൾ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് അവന്തിക.
ഇത് കണ്ട് ഇപ്പോൾ വളരെയധികം ദേഷ്യത്തോടെ ജെനിയോട് പറയുന്നുണ്ട്. അവന്തിക പറയുന്നുണ്ട്, നീ കേട്ടില്ലേ അവൾ പറഞ്ഞിട്ട് പോയത്? അവളെന്താ ഇങ്ങനെ? ഞാനല്ലേ അവളുടെ അമ്മ. ഹോസ്പിറ്റലിൽ പോയി സച്ചി സാറിനെ കാണണമെന്ന് പറഞ്ഞിട്ട് മാഡം സമ്മതിച്ചില്ലല്ലോ. ചിലപ്പോൾ അതിൻ്റെ പിണക്കമായിരിക്കും എന്ന് ജെനി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, എൻ്റെ മോൾ അവനെ കാണാൻ പോകുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ജെനി പറയുന്നുണ്ട്, കുട്ടികളുടെ മനസ്സല്ലേ മാഡം, എല്ലാം സാവധാനം ശരിയാകും എന്ന് പറയുമ്പോൾ ഉടനെ അവന്തിക പറയുന്നുണ്ട്, അവൻ ഒരാൾ കാരണമാണ് മോളിപ്പോൾ എൻ്റെ ഇത്രയും വലിയ ശത്രുവായത്. ഇപ്പോൾ അവന്തിക പറയുന്നുണ്ട്, എൻ്റെ ശത്രുക്കൾ അവളെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ മാത്രമേ ഉള്ളൂ അവൾക്ക്, ഞാൻ മാത്രം മതി, മനസ്സിലായോ എന്നൊക്കെ ജെനിയോട് പറഞ്ഞിട്ട് അവന്തിക ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. എൻ്റെ കർത്താവേ, ഈ ചിപ്പിമോൾ ഇത് എന്ത് ഭാവിച്ചാ എന്നൊക്കെ ഇങ്ങനെ സ്വയം നിന്ന് പറയുകയാണ് ജെനി. അങ്ങനെ ഇപ്പോൾ സച്ചിയും ചിപ്പിമോളും തമ്മിലുള്ള ആ ഒരു രംഗം വീണ്ടും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ രാജീവ് ഗോകുലിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. വാതിൽ വന്ന് തുറക്കുന്നത് അർച്ചനയായിരുന്നു. ഓ, സമൃദ്ധി ഇവിടെ ഉണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ സമൃദ്ധിയായിരിക്കും വാതിൽ തുറക്കുന്നത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അസുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് രാജീവ്. അതിന് സമൃദ്ധിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ശോഭന പറയുന്നു. അതെ അതെ, ഞാനതിപ്പോൾ ഓർക്കുന്നു എന്ന് രാജീവ് പറയുന്നു. ഓ, മറവിയുടെ പ്രശ്നമായിരുന്നല്ലോ എന്നിങ്ങനെ രാജീവ് ചോദിക്കുമ്പോൾ ശോഭന പറയുന്നുണ്ട്, മറവിയുടെ കാര്യമാണെന്ന് ആര് പറഞ്ഞു? അന്നതൊരു തലവേദനയായിരുന്നു, അതെപ്പോഴേ മാറി അല്ലേ മോളെ എന്ന് ശോഭന. ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ അടുക്കളയിലേക്ക് പോവുകയാണ്. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്? പഴയ കാര്യങ്ങളൊക്കെ അവളെ ഓർമ്മിപ്പിക്കാനാണോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ശിശിര ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടാണ് രാജീവേട്ടൻ വന്നത്. അമ്മ നോക്കട്ടെ, ഞങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ രാജീവേട്ടൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നും ശിശിര പറയുന്നു. ഗോകുലിനെ കൊണ്ട് അമ്മ പറഞ്ഞ് സമ്മതിപ്പിക്കണം എന്ന് ശിശിര ഇപ്പോൾ ശോഭനയോട് പറയുമ്പോൾ ശോഭന പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാലും ഈ കാര്യത്തിൽ അവൻ തീരുമാനം മാറ്റില്ല. ഗോകുൽ അവൻ്റെ തീരുമാനം മാറ്റില്ല എന്ന് ശോഭന പറയുമ്പോൾ എങ്കിൽ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കും. അതുകൊണ്ട് കുടുംബത്തിന് എന്തെങ്കിലും നാണക്കേടുണ്ടായാൽ പിന്നെ എന്നെ കുറ്റം പറയാൻ വന്നേക്കരുത് എന്ന് ശിശിര പറയുന്നുണ്ട്. സ്വന്തം മകൻ്റെ കാര്യത്തിൽ അമ്മ മറ്റു പലതും ചെയ്യുന്നുണ്ടല്ലോ. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ ശിശിര ചോദിക്കുമ്പോൾ രാജീവ് ഇപ്പോൾ പറയുന്നുണ്ട്, എന്തിനാ വെറുതെ അമ്മയോട് ദേഷ്യപ്പെടുന്നത്? അമ്മ പാവം. ഗോകുൽ സമ്മതിക്കാതെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അമ്മേ, ഞാനും ശിശിരയും തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാണ്. പണ്ട് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, പക്ഷേ അന്നത് നടന്നില്ല. അതുപോട്ടെ, ഇപ്പോൾ ശിശിരയ്ക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളെല്ലാവരും സമ്മതിക്കുന്ന ഒരു ദിവസം ഇവിടേക്ക് പെണ്ണ് ചോദിക്കാൻ ഞാൻ വരാനിരിക്കുകയായിരുന്നു. പക്ഷേ അത് നടക്കില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അതാ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് രാജീവ് പറയുമ്പോൾ എനിക്കൊന്നും പറയാനില്ലെന്ന് ശോഭന പറയുന്നുണ്ട്. ഉടനെ രാജീവ് പറയുന്നു, പക്ഷേ എനിക്ക് പറയാനുണ്ട്. ദയവ് ചെയ്ത് അമ്മ ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. നാളെ ഞാൻ മരുമകനായിട്ട് കയറി വരേണ്ട വീടാണിത്. അതുകൊണ്ട് അമ്മയുടെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ശിശിരെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ഗോകുലും അമ്മയും എതിര് നിൽക്കുന്ന സ്ഥിതിക്ക് ശിശിര ആവശ്യപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിതനാകും. ഇങ്ങനെ പറയുന്നതിൽ ദയവ് ചെയ്ത് അമ്മ എന്നോട് ക്ഷമിക്കണം. അത് നടക്കില്ല. തോന്നുന്ന പോലെ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ സാധിക്കില്ല. രാജീവേ, ഞാനൊരു കാര്യം പറയാം. ഇവള് പറയുന്നത് കേട്ട് തുള്ളാനൊന്നും നീ നിൽക്കരുത്. നീ കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ശോഭന പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, അമ്മയ്ക്കറിയാമല്ലോ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഗോകുലും സമൃദ്ധിയും സമാധാനത്തോടെ ജീവിക്കുന്നത് ഞാൻ കാരണമല്ലേ? ഒരു പോലീസുകാരനായ ഞാൻ കണ്ണടച്ചത് കൊണ്ടല്ലേ ഗോകുലിൻ്റെ ഭാര്യ മരിക്കാതെ ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്നത്? 7 വർഷം മുന്നേ ഓർമ്മയുണ്ടോ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ എന്നോട് കൈകൂപ്പി സംസാരിച്ചത്? അന്ന് ആ ഹോസ്പിറ്റലിൽ നടന്നത് അമ്മ മറന്നു പോകരുത് എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അന്ന് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് ശോഭന. നീ ഈ കുടുംബം തകർക്കാൻ വേണ്ടി ഇറങ്ങിയതാണോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, ഞങ്ങൾക്കാരുടെ കുടുംബം തകർക്കാൻ താല്പര്യമില്ല, പക്ഷേ ഒരു തീരുമാനമെടുക്കണമെന്ന് ശിശിര പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, പിന്നല്ലാതെ നമ്മളൊരു കുടുംബമല്ലേ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കേണ്ടതല്ലേ? ഞാനിതൊക്കെ അമ്മയൊന്ന് വെറുതെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, അല്ലാതെ ഞാനായിട്ട് വേറെ ആരോടും ഇത് പറയില്ല. അകത്തേക്ക് ഇപ്പോൾ ചായ എടുക്കാൻ പോയ സമൃദ്ധ ആരാണെന്ന് അവൾക്ക് പോലും അറിയില്ല, നമ്മൾക്കും അറിയില്ല. പക്ഷേ എനിക്കറിയാം അവൾ ആരാണെന്നും എന്താണെന്നും. സമയം വരുമ്പോൾ ഞാനത് എല്ലാവരോടും പറയാമെന്ന് രാജീവ് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നു. സമൃദ്ധ ഇത് അറിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? അവൾക്ക് ഓർമ്മ കിട്ടിയാൽ എല്ലാം തീരും. മറന്നുപോയത് അമ്മയുടെ മരുമകളെ ഞാനായിട്ട് ഓർമ്മപ്പെടുത്തില്ല, പക്ഷേ ആ സഹകരണം ഇങ്ങോട്ടും വേണം. അമ്മയും ഗോകുലും ഇനിയും നമ്മുടെ കാര്യത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ എനിക്കെല്ലാം സമൃദ്ധിയോട് തുറന്നു പറയേണ്ടി വരും. എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത് പ്ലീസ്. ഇത് ഗോകുലിനോട് അമ്മയൊന്ന് പറഞ്ഞേക്കണം. ഇങ്ങനെ രാജീവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ചായയുമായി അർച്ചന വരുന്നു. ആഹാ, വന്നല്ലോ, ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞ്
അർച്ചന അങ്ങോട്ട് കയ്യിൽ നിന്നും ആ ചായ വാങ്ങിച്ച് കുടിക്കുകയാണ് രാജീവ്. സമൃദ്ധയെ ഞാൻ സമൃദ്ധയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, എന്തൊക്കെ മറന്നാലും അത് മറക്കരുത് എന്ന് രാജീവ് പറയുന്നു. എൻ്റെയും ശിശിരയുടെയും കാര്യമാണ്, അല്ലാതെന്താ. എന്ത് സമൃദ്ധ പറഞ്ഞാൽ ഗോകുൽ സമ്മതിക്കും. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ സമൃദ്ധിക്ക് ഒരു എതിർപ്പുമില്ല. അമ്മേ, എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞതൊന്നും അമ്മ മറന്നു പോകരുതേ എന്ന് രാജീവ് പറയുമ്പോൾ, ഞാൻ ഗോകുലിനോട് സംസാരിക്കാമെന്ന് ശോഭന പറയുന്നുണ്ട്. ഇനി നീ വിഷമിക്കേണ്ട, നമ്മുടെ വിവാഹം എല്ലാവരുടെയും സമ്മതത്തോടെ ഉടൻ തന്നെ നടക്കും. അപ്പോൾ ശരി എന്ന് പറഞ്ഞ് രാജീവ് ഇപ്പോൾ അവിടെ നിന്ന് പോവുകയാണ്. പോയ സമയം ഇപ്പോൾ ശോഭന ശിശിരോട് പറഞ്ഞിട്ടുണ്ട്, എടി നീ അവരുടെ സമാധാനം കളയുമല്ലേ, അവനെ കൊണ്ട് ഇത്രയും പറയിപ്പിച്ചത് നീ ഒറ്റ ഒരുത്തിയാണ്. എൻ്റെ മോൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ശോഭന ഇപ്പോൾ ശിശിരോട് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? രാജീവ് സമാധാനത്തോടെയല്ലേ സംസാരിച്ചത്? എന്തായാലും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഗോകുൽ വരട്ടെ, ഞാൻ സംസാരിച്ചോളാം എന്നും അർച്ചന ഇപ്പോൾ പറയുന്നു. നീ അവനെ വിളിച്ചുകൊണ്ട് വന്നത് ഞങ്ങളെ ഭീഷണിപ്പെടുത്താനാണോ എന്ന് ശോഭന ഇപ്പോൾ ശിശിരോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ രാജീവ് പറഞ്ഞത് സമൃദ്ധ കേട്ടില്ല. ഇനി സ്വന്തം മകൻ്റെ ജീവിതം തകരാതെ നോക്കേണ്ടത് അമ്മയുടെ ബാധ്യതയാണ്. എന്തിനാണെന്നറിയാമല്ലോ, അമ്മ ആലോചിച്ച് തീരുമാനിക്കുക എന്നിപ്പോൾ ശിശിരയും ശോഭനയോട് പതിയെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ശേഷം കാണിക്കുന്നത് സച്ചിക്ക് കുറച്ച് വെള്ളം വേണം. അങ്ങനെ കുറച്ച് വെള്ളം എടുക്കാനായി അവിടെ ഇരിക്കുന്ന ഗ്ലാസ് എടുക്കാൻ പാടുപെടുന്നുണ്ട് സച്ചി. ഈ സമയം അവിടേക്ക് സച്ചി എന്ന് വിളിച്ച് ഒരാൾ വരുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.